നമുക്ക് കിട്ടുന്നതിൻ്റെ കണക്കുകൾ ഒരിക്കലും വെളിയിൽ വരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മുൻപ് കിട്ടിയിരുന്നത്, ഇപ്പോൾ എന്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എല്ലാം രേഖയോടെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കാം. എന്നാൽ എന്താ ഇവരൊന്നും കോടതിയിൽ പോകാത്തത്? കോടതിയിൽ പോകാമല്ലോ. അതുകൊണ്ട് കോടതി പോട്ടെ, വിധി വരട്ടെ. അത് ഇലക്ഷൻ വരുമ്പോൾ കോടതി പോകും. ഇത് കഴിയുമ്പോൾ വിധി വരികയും ചെയ്യും, മാപ്പ് പറയുകയും ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും നമുക്ക് വളരെയേറെ ജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളിലൊന്നാണ്. സ്വാഭാവികമായിട്ടും അത് കേന്ദ്രം അതിനൊരു നടപടി എടുക്കും. കാരണം ഇപ്പോൾ ആരുടെയും പേരുകൾ അനൗൺസ് ചെയ്തില്ല. സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നമുക്ക് സുരേഷ് ചേട്ടനപ്പുറത്ത് വേറൊരു സ്ഥാനാർത്ഥി ഇല്ലാതാനും. അതുകൊണ്ട് എൻ്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് വരും. തീർച്ചയായിട്ടും തുറക്കണമല്ലോ. അതിനുള്ള ശ്രമമല്ല നടത്തുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു MP-യോ MLA പോലും ഇല്ലാഞ്ഞിട്ടും ഇത്രയേറെ വികസന പദ്ധതികൾ ഒരു സംസ്ഥാനത്തിന് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു നോട്ടം ഒരു സംസ്ഥാനത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ത്രിപുര പോലെ ഇവിടെ തിരുവനന്തപുരത്തും നമ്മൾ അക്കൗണ്ട് തുറക്കും, ഭരണവും കൊണ്ടുവരും. ഇത്തവണത്തെ ഇലക്ഷനിൽ അക്കൗണ്ട് തുറന്നിരിക്കും.